ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എക്സ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ എക്സാം ഇങ്ങോട്ട് അടുത്തിട്ടുണ്ട്. എല്ലാവരും പരീക്ഷയുടെ ചൂടിലാണെന്ന് അറിയാം. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. സോ ഇനി നമ്മൾ റിവിഷനുള്ള ടൈമാണ്. സോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് റിവിഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെയർ ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ റിവിഷൻ പെട്ടെന്നൊന്ന് ചെയ്യുന്നതാണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 21 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 5. വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് നമ്പറിൻ്റെ സമ്മും അതിൻ്റെ ഡിഫറൻസും തന്നാൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമ്പറുകൾ എന്ന് പറയുന്നത് നമ്പറുകൾ എക്സ് കോമ വൈ എന്ന് എടുത്താൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ആണ് എന്ത് സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അതാണ് 21 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറയും അല്ലേ. അതേപോലെ ഡിഫറൻസ് ഈസ് 5 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ആണ് എന്ത് 5 എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് പറയും? ഇക്വേഷൻ 2 എന്ന് പറയും. ഇനി നിങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യാം അല്ലേ. നിങ്ങൾ ഇവിടെ തന്നെ നോക്കുക, എക്സ് ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ എക്സ് മൈനസ് വൈ ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് വൈയും ഈ മൈനസ് വൈയും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് 2x എന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 + 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ അല്ലേ. ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഫുള്ളായിട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലുള്ളത് മുഴുവനായിട്ട് കൂട്ടും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 21 + 5 എന്ന് വരും. യെസ്, റൈറ്റ് സൈഡിലുള്ളത് അതേപോലെ കൂട്ടി. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വൈയും അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കി ഉണ്ടാവും എന്താ? 2x ഈക്വൽ ടു 21 + 5 എത്രയാ? 2x ഈക്വൽ ടു 21 + 5 ദാറ്റ് ഈസ് 26 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്രയാണെന്ന് നമുക്ക് കിട്ടി മക്കളെ? എക്സ് 26/2 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 13. എക്സ് നമുക്ക് 13 എന്ന് കിട്ടിയാൽ ഇനി വൈ കണ്ടുപിടിച്ചൂടെ? എക്സ് ഈക്വൽ ടു 13 എന്ന് കിട്ടി. വൈ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 21 ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഇൻ ഇക്വേഷൻ 1ൽ നമ്മൾ ഈ ഒരു വാല്യൂ പുട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു 13 എന്നുള്ള വാല്യൂ പുട്ട് ചെയ്താൽ 13 + y ഈസ് ഈക്വൽ ടു 21 എന്ന് കിട്ടും അല്ലേ. ഇവിടെ എക്സ് മാറ്റിയിട്ട് 13 എന്ന് കൊടുത്തു. അപ്പോൾ 13 + y ഈസ് ഈക്വൽ ടു 21. y ഈസ് ഈക്വൽ അപ്പോൾ എത്രയായിരിക്കും? ഈ 13നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ പോരെ. 21 - 13 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എത്ര വരും? 21 - 13 പോയാൽ 8 ആണ് ആൻസർ. അപ്പോൾ എക്സ് 13ഉം y 8 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എന്ന് പറയുന്നത് 13,8 ആണ് ഏത് നമ്മളോട് ചോദിച്ചിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഒന്നുമില്ല, ജസ്റ്റ് ആ രണ്ട് സമ്മും ഡിഫറൻസും ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 2 ഇക്വേഷൻസും കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. യെസ്, a fraction is simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified it becomes 1/4. What is the fraction? ഭിന്നസംഖ്യയുടെ അംശത്തോടെ ഒന്ന് കൂട്ടി ലഘൂകരിച്ച് കഴിഞ്ഞപ്പോൾ 1/3ഉം ഛേദത്തോടെ ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഭിന്നസംഖ്യ ഏതാണ്? ആ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം. യെസ്, ഇവിടെ നോക്കാം. ഞാൻ പറയാണ്, ഞാൻ ആ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? എക്സ് ഡിവൈഡഡ് ബൈ വൈ ആയിട്ട് എടുത്തു അല്ലേ. എക്സ് ബൈ വൈ നമുക്കറിയാം ഫ്രാക്ഷൻ ആകുമ്പോൾ അവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ടാവും, അംശവും ഛേദവും ഉണ്ടാവും. അപ്പോൾ എക്സ് ബൈ വൈ ആയിട്ട് ഞാൻ എടുത്താൽ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ള സംഭവം എന്താ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് ഇങ്ങനെ സോൾവ് ചെയ്യാം, ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം എന്നോട് പറഞ്ഞത് ഭിന്നസംഖ്യയുടെ അംശത്തോടൊന്ന് കൂട്ടിയിട്ട് ലഘൂകരിക്കണം. യെസ്, അംശത്തോടൊന്ന് കൂട്ടാന്ന് പറയുമ്പോൾ ഇവിടെ ആരാ അംശം ഉള്ളത്? എക്സ് ആണ് ഉള്ളത്. ആ അംശത്തോടൊന്ന് കൂട്ടാന്ന് പറയുമ്പം എക്സ് + 1 ആണ്. +1 ഡിവൈഡ് ബൈ വൈ. ഛേദത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഛേദം ഒന്നും ചെയ്യുന്നില്ല, അംശം മാത്രമാണ് എന്ത് കൂട്ടുന്നത്? 1 ന്യൂമറേറ്ററിൽ മാത്രമാണ് 1 ആഡ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്? 1/3 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് 1/3നോട് ഈക്വൽ ആണ് അല്ലേ. അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ 1/3 എന്നുള്ള ഫ്രാക്ഷനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, എക്സ് + 1 ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ 1/3 ആണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? 3 × x + 1 ഈക്വൽ ടു 1 × y എന്ന് കിട്ടും. 3 × x + 1 ഈക്വൽ ടു 1 × y എന്ന് കിട്ടും. ഇതിനൊന്നും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ y ഈക്വൽ ടു 3x + 3 എന്ന് കിട്ടും അല്ലേ. 3 × x + 1 എന്ന് പറയുമ്പോൾ 3 × x 3x, 3 × 1 3, അപ്പോൾ 3x + 3. 1 × y എന്ന് പറഞ്ഞാൽ y എന്നാണ്. അപ്പോൾ അതൊന്ന് തിരിച്ച് എഴുതി, y ഈക്വൽ ടു 3x + 3 എന്ന് എഴുതി. ഇനി എന്താണ് അടുത്തൊരു സംഭവം കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? 1 ഈസ് ആഡഡ്. ഇൻസ്റ്റഡ് 1 ഡിനോമിനേറ്ററിലാണ് ആഡ് ചെയ്തതെങ്കിൽ, ന്യൂമറേറ്ററിലല്ല, പകരം ഡിനോമിനേറ്ററിൽ ഛേദത്തിലാണ് നമ്മൾ 1 ആഡ് ചെയ്തിരുന്നതെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ആയി മാറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ വൈ + 1 ആയിരിക്കും അല്ലേ.
നേരത്തെ x+1/y ആണെങ്കിൽ ഇപ്പം x/y+1 ആയിരിക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക 1/4 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. സോ x/y+1 = 1/4 എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 4x = y+1 എന്ന് വരും. 4x = 1 × y+1, അതായത് 4x = y+1 എന്ന് വരും. ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? 4x = y+1. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആദ്യം നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിരുന്നു. ഇതിനെ ഞാൻ 1 എന്ന് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ആദ്യം കിട്ടിയ ഇക്വേഷന് 1 എന്ന് കൊടുത്തു. രണ്ടാമത്തേന് ഞാൻ 2 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ y-ൻ്റെ വാല്യൂ എത്രയാണെന്നുണ്ട്? y-ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 3x + 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ y-ൻ്റെ വാല്യൂ നേരെ എടുത്തിട്ട് ഈ y-ന് എനിക്ക് ഇട്ട് കൊടുത്തൂടെ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ y-ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 4x = y-ക്ക് പകരം ഞാൻ 3x + 3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ y-ൻ്റെ വാല്യൂ എടുത്തിട്ട് ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. 3x + 3 + 1 എന്ന് വരും. അപ്പോൾ 4x = 3x + 4 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? 3x-നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 4x - 3x ആവും. 4x - 3x = 4, which means x = 4. x നമുക്ക് എന്ത് കിട്ടി? x നമുക്ക് 4 എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ആണ് x എന്ന് പറയുന്നത്. അത് നമുക്ക് 4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് y കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ x-ൻ്റെ 4 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? y എന്ന് കിട്ടും. ഞാൻ ഈ വാല്യൂ ഇൻ ഇക്വേഷൻ 2 ഞാൻ പുട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് 4x എന്ന് പറയുമ്പോൾ 4 × 4 = y+1 എന്ന് വരും. ദാറ്റ് മീൻസ് 16 = y+1. y = 16 - 1 = 15. സോ y = 15 എന്ന് കിട്ടും. x = 4 എന്നും കിട്ടും. y = 15 എന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ ഏതാണ്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? x/y ആണ് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എടുത്തത്. ദാറ്റ് മീൻസ് 4/15 ആണ് ആ ഫ്രാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 4/15. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന്. വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെ വെരിഫൈ ചെയ്യാം? നമ്മളോട് പറഞ്ഞത് 1 ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ 1/3 എന്നുള്ള ഫ്രാക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്ത് നോക്കുക. 4ലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 5/15 എന്ന് വരും. 5/15 ആക്ച്വലി എന്താണ്? 1/3 ആണ്. അപ്പോൾ കറക്റ്റ് ആണ്. അതേപോലെ ഇനി ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ ഛേദത്തിലേക്ക് ഒന്ന് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? 1/4 ആയിട്ട് മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 4/15 ആണ്. ഛേദത്തിൽ ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ 15 + 1 എന്ന് വരും. ദാറ്റ് ഈസ് 4/16 എന്ന് വരും. 4/16 എന്താണ് ആക്ച്വലി? 1/4 ഈക്വൽ ആണ് അല്ലേ? 4 × 4 ആണ് 16. അപ്പോൾ ഇത് 1/4 1/4 ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആൻസർ എന്താണ്? വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. x 4-ഉം y 15-ഉം 4/15 ഈസ് ദി ഫ്രാക്ഷൻ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു കേസാണ്. ഇനി നമുക്ക് അടുത്തൊരു കേസിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് ജസ്റ്റ് നോക്കാം. The perimeter of a rectangle is 26 cm. ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 26 cm ആണ്. Another rectangle with twice the length and twice the breadth has perimeter 62 cm. What are the length and breadth of the first rectangle? ആദ്യം അവിടെ ഒരു ആരുണ്ട്? ആദ്യം ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആദ്യം ഞാൻ റെക്ടാങ്കിൾ എടുത്തു. ഇതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 26 cm. പെരിമീറ്റർ 26 cm. ലെങ്ത് എക്സും ഞാൻ ബ്രെഡ്ത്ത് y എന്നും കൊടുത്തു. പെരിമീറ്റർ അപ്പം എന്തായിരിക്കും? നമുക്കറിയാം പെരിമീറ്റർ എന്തായിരിക്കും? ഫസ്റ്റ് റെക്ടാങ്കിളിന് എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് റെക്ടാങ്കിളിൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് = x എന്ന് ഞാൻ കൊടുക്കുകയാണ്. ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് y എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വി നോ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? പെരിമീറ്റർ = 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണ്. 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ 2 × x + y ആണ് ഈ കേസിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പെരിമീറ്റർ ആക്ച്വലി എത്രയാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. പെരിമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 26 cm ആണ്. 26 cm ആണ്. അങ്ങനെയാണെങ്കിൽ 2 × x + y = 26 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x + y = 26/2 which is equal to 13 എന്ന് പറയാൻ പറ്റും. ഇക്വേഷൻ 1 എന്ന് കൊടുത്തൂടെ? അല്ല, x + y = 13. ലെങ്ത് + ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 13 ആണെന്ന് കിട്ടും. അടുത്തൊരു സംഭവം എന്താ പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റ് നോക്കുക. അടുത്ത വേറൊരു റെക്ടാങ്കിൾ ഉണ്ട് വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത്. ആദ്യത്തെ ലെങ്ത് നീളത്തിൻ്റെ ഇരട്ടിയും വീതി എന്ന് പറയുന്നത് 3 ഇരട്ടിയായിട്ട് മറ്റൊരു ചതുരമുണ്ട്. സോ ദാറ്റ് മീൻസ് ഞാൻ വേറൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. നീളം ഓക്കെ റെക്ടാങ്കിൾ ആണ്. നീളം എന്ന് പറയുന്നത് 2x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് 3y ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? ആദ്യത്തേൻ്റെ ഇരട്ടിയാണ് നീളം, ട്വൈസ് ദി ലെങ്ത് ആണ്, ത്രൈസ് ദി ബ്രെഡ്ത്ത് ആണ്. ആദ്യത്തിൻ്റെ ബ്രെഡ്ത്ത് y ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയാണ്, 3y ആയിരിക്കും രണ്ടാമത്തെ റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ്
സെക്കൻഡ് റെക്റ്റാങ്കിളിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് റെക്റ്റാങ്കിളിൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 2x ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3y ആണ്. ദാറ്റ് മീൻസ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2x പ്ലസ് 3y വിച്ച് ഈസ് ഈക്വൽ ടു, ആ ഒരു സമയത്ത് ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയായിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്? 62 സെൻറ്റിമീറ്ററിലേക്ക് മാറുന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 62 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 2x പ്ലസ് 3y എന്ന് പറയുന്നത് 62 ആണെങ്കിൽ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 62/2 വിച്ച് ഈസ് ഈക്വൽ ടു 31 ആണ്. കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ട്. യെസ്, 2x പ്ലസ് 3y എന്ന് പറയുമ്പോൾ 62/2 31 എന്ന് വരും. അത് ഇക്വേഷൻ 2 എന്ന് പറയും. അപ്പോൾ ഒരു ഇക്വേഷൻ 1 നമുക്ക് കിട്ടി, ഇക്വേഷൻ 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ മാറ്റി, പെയർ ഓഫ് ഇക്വേഷൻസ് ആയിട്ട് മാറ്റി അല്ലേ? സമവാക്യ ജോഡികളായിട്ട് നമ്മൾ മാറ്റി. ഇനി ഈ 2 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സും കിട്ടും, വൈയും കിട്ടും. അപ്പോൾ ഇനി ഏതൊക്കെ ഇക്വേഷൻസ്? യെസ്, 2 ഇക്വേഷൻസ്. സോ ഈ 2 ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഓക്കെ, ഇതാണ് 2 ഇക്വേഷൻസ്. എക്സ് പ്ലസ് ഇവിടെ എന്താ വരിക? 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇവിടെ ഇതാണ് ഇക്വേഷൻ 2 വരുന്നത് അല്ലേ? ഇത് ഞാൻ ഇവിടുന്ന് എറേസ് ചെയ്യാണ്. യെസ്, ഈ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ 2x പ്ലസ് 3y ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, എക്സ് ഇവിടെ ഒന്നാണുള്ളത്, ഒരു എക്സ് ആണുള്ളത്. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ 2x ആണുള്ളത്. അതായത് ആദ്യമുള്ള എക്സിൻ്റെ ഇരട്ടി എക്സ് ആണ് എവിടെയുള്ളത്? രണ്ടാമത്തെ ഇക്വേഷനിലുള്ളത്. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഡബിൾ ആക്കിയാൽ എന്ത് കിട്ടും? ഇവിടുത്തെ എക്സിൻ്റെ എക്സ് 2x ആയിട്ട് മാറും, ഇവിടുത്തെ എക്സും 2x ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിലെ പോലെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്തുകൊണ്ട് അല്ല, ഈ 2 ഇക്വേഷൻസും മൈനസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇക്വേഷനെ 1 എന്നുള്ള ഇക്വേഷനെ ഞാൻ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? ഈ ഇക്വേഷൻ്റെ ടോട്ടലായിട്ട് ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ 2x പ്ലസ് 2y ഈക്വൽ ടു 26. കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷനെ എല്ലായിടത്തും ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, ഇക്വേഷനിലെ മൊത്തം വാല്യൂസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. 2x പ്ലസ് 2y ഈക്വൽ ടു 26 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കുക, ഈ ഒരു ഇക്വേഷൻ ഞാൻ 3 എന്ന് കൊടുക്കാം. ഈ 3 എന്നുള്ള ഇക്വേഷനും 2 എന്നുള്ള ഇക്വേഷനും നിങ്ങൾ നോക്കാം. ആ 2 ഇക്വേഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 2x പ്ലസ് 3y ഈക്വൽ ടു 31 എന്നുണ്ട്, 2x പ്ലസ് 2y ഈക്വൽ ടു 26 എന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് കളയാം. രണ്ടാമത്തെ ഇക്വേഷനിൽ മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 3y ഈക്വൽ ടു 31 എന്നുണ്ട്. പിന്നെ എന്ത് കിട്ടും? പ്ലസ് 2x പ്ലസ് 2y. ഓക്കെ, സോറി, മൈനസ് ആണല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് 2x പ്ലസ് 2y ഈക്വൽ ടു 31 മൈനസ് 26 എന്ന് വരും. അതായത് ഈ ഒരു ടോട്ടൽ ഇക്വേഷൻ മൈനസ് ഈ ഒരു ഇക്വേഷൻ. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ളത് രണ്ടും മൈനസ് ചെയ്ത് കളയുക, അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് മൈനസ് ചെയ്യുക, ഇക്വേഷൻ്റെ അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ എന്ത് കിട്ടും? 2x ക്യാൻസൽ ആയി പോകും. 2x പ്ലസ് 3y മൈനസ് 2x മൈനസ് 2y എന്നാവും. ഇസ് ഈക്വൽ ടു 31 മൈനസ് 26 എന്ന് പറഞ്ഞാൽ 5 ആണ്. 3yയും 2x ക്യാൻസൽ ആവും. 3y മൈനസ് 2y എത്രയാണ്? y ആണ്. y ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. y ഈക്വൽ ടു 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x എന്താണ്? പുട്ട് y ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ 1. x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. യെസ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഏതൊക്കെ വാല്യൂസ് കിട്ടി? x ഈസ് ഈക്വൽ ടു 8 എന്നും കിട്ടി, y ഈസ് ഈക്വൽ ടു 5 എന്നും കിട്ടി. യെസ്, ഇപ്പോൾ ആൻസർ ആയില്ലേ? ആൻസർ ആയി. എന്താ ചോദിച്ചിട്ടുള്ളത്? ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എക്സും വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നീളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെങ്ത്ത് ഈക്വൽ ടു 8, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ഈസി ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ലേ? യെസ്. അപ്പം ഇവിടെ നോക്കാം, നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലെങ്ത്ത് 8 ആണ്, ബ്രെഡ്ത്ത് 5 ആണ്. ആ ലെങ്ത്ത് അങ്ങനെ ആ കേസിൽ 8 പ്ലസ് 5 പറയുമ്പോൾ എത്രയാവും? 13 ആവും. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 26 ആയിട്ട് മാറും. യെസ്. അതേപോലെ 2x പ്ലസ് 3y എന്ന് പറയുമ്പം 16 പ്ലസ് 15 എന്ന് വരും, 31 എന്ന് വരും. 31ൻ്റെ ഡബിൾ 62, അതും പെരിമീറ്റർ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് 8ഉം 5ഉമാണ് ഇവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത്. അപ്പോൾ അടുത്തൊരു കേസിലേക്ക് നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് 2 kilograms ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilograms ഓഫ് ആപ്പിൾ ഈസ്
520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? ഇപ്പോൾ 2 കിലോഗ്രാം ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപയാണ്. 3 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെയും വില എന്ത്? അതായത് ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആ ഒരു 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെ? പെയർ ഓഫ് ഇക്വേഷൻസ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രൈസ് ഓഫ് ഞാൻ എങ്ങനെ പറയാണ്? പ്രൈസ് ഓഫ് ഓറഞ്ച് ആണ്. പ്രൈസ് എങ്ങനെ കൊടുത്തു? ഓറഞ്ചിൻ്റെ പ്രൈസ് എക്സ് എന്ന് പറഞ്ഞു. പ്രൈസ് ഓഫ് ആപ്പിൾ ആണല്ലോ, യെസ്, ആപ്പിളിൻ്റെ പ്രൈസ് വൈ എന്നും പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച്, അപ്പോൾ 2x പ്ലസ് 3 കിലോഗ്രാം ഓഫ് ആപ്പിൾ, ദാറ്റ് ഈസ് 3y. 2 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 3 കിലോഗ്രാം ആപ്പിളിൻ്റെയും വില എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into x ആയിരിക്കും, പ്ലസ് 3 into y ആയിരിക്കും. അപ്പോൾ 2x plus 3y ആയിരിക്കും. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 520 തന്നിട്ടുണ്ട്, അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട് 520 രൂപയാണ്. അതേപോലെ പറഞ്ഞിട്ടുണ്ട് 3 കിലോഗ്രാം ഓറഞ്ച് പ്ലസ് 2 കിലോഗ്രാം ആപ്പിള്, ഇതിൻ്റെ വില എത്രയാണ്? 480. യെസ്. അപ്പോൾ ആ 2 ഇക്വേഷൻസ് നമ്മൾ ഇവിടുന്ന് ആക്കിയെടുത്തു. ഏതൊക്കെയാ? 2x plus 3y, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 3x plus 2y = 480, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നേരത്തെ കേസിൽ നമ്മൾ കണ്ടു, ആദ്യം x പ്ലസ് എന്തായിരുന്നു? യെസ്, നേരത്തെ കേസ് എന്തായിരുന്നു? ഇവിടെ നമുക്കറിയാം x plus y = 13ഉം 2x plus 3y = 31. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സിനെ സെയിം ആക്കായിരുന്നു. ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത് 2 ആക്കായിരുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x plus 2y എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ എന്താക്കി? എക്സിൻ്റെ കൂടെ ഉള്ള ആളെ സെയിം ആക്കി, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ സെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ × 2 ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കില്ല? 2xൻ്റെ കൂടെ × 2 ചെയ്താൽ 3x ആവോ? ഇല്ല. 2xൻ്റെ കൂടെ ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. 3y ആണെങ്കിലും മാറ്റി ആ ഒരു 2y എന്ന് നമുക്ക് ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു എന്ത് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെ ആരാ ഉള്ളത്? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെ ആരാ ഉള്ളത്? 3 അല്ലേ? 3 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ × 3 ചെയ്യുമ്പോൾ 3 ഇൻറ്റു ഇത് × 3 നമ്മൾ ചെയ്യണം. അപ്പോൾ 3 × 2x 6x, 3 × 3y 9y, 3 × 520 ഇത്ര വരിക 1560. അപ്പോൾ എന്താ വരിക? 6x plus 9y = 1560 എന്ന് വരും. ഇതേപോലെ നമ്മൾ എന്താക്കണം? രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ആരാ ഉള്ളത്? 2 അല്ലേ? അപ്പോൾ ആ 2 വെച്ചിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് 2 × 2 നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെയാണ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 × 3 6x, 2 × 2y 4y, 2 × 480 960. അപ്പം 6x plus 4y = 960. ഇപ്പോൾ എന്തായിട്ട് മാറി? ഈ ഇക്വേഷൻസിന് ഞാൻ 3 എന്നും ഇതിനെ 4 എന്നും കൊടുക്കൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എക്സ് സെയിം ആയില്ലേ? എക്സിൻ്റെ കൂടെ ആരാ ഉള്ളത്? 6 ആണുള്ളത്. 2 ഇക്വേഷനിലും 6 ആണുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ വലുത് ആരാ ഇവിടെ ഉള്ളത്? 6x plus 9y ആണ് വലുത്. ഇവിടെ 4y ആണുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് വൈൻ്റെ കൂടെ ഉള്ളത് വലുത് ആരാണ്? ഈ തേർഡ് ഇക്വേഷനിലാണ് അതുള്ളത്. ചെറുത് ഈ ഇക്വേഷനിലാണ്. അപ്പോൾ വലിയ ആളുള്ള ഇക്വേഷൻ നിന്ന് ചെറിയ ആളുള്ള ഇക്വേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 3 - 4 എന്ന് കിട്ടും. 3 - 4 ഇക്വേഷൻ 3 നിന്ന് ഇക്വേഷൻ 4 മൈനസ് ചെയ്യുക. എന്ത് കിട്ടും? 6x - 6xും ക്യാൻസൽ ആയിട്ട് പോവും. ബാക്കി എന്താ വരിക? 9y - 4y 9y - 4y = റൈറ്റ് സൈഡിൽ എന്ത് വരും? 1560 - 960 1560 - 960 എത്രയാണ് നമുക്ക് കിട്ടുക? 9y ന്ന് 4y പോയാൽ 5y = 1560 - 960 എന്ന് പറയുന്നത് എത്രയാണ്? 600 അല്ലേ? 600 ആണ്. അപ്പോൾ y = എത്ര കിട്ടും? 5y 600 ആണെങ്കിൽ y = 600/5, y = 120. യെസ്, വൈൻ്റെ വാല്യൂ നമുക്ക് 120 കിട്ടി, അല്ലേ? വൈൻ്റെ വാല്യൂ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പുട്ട് y = 120 ഇൻ ഏത് ഇക്വേഷനിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഏത് ഇക്വേഷനിലാണ് കൊടുക്കുക? നിങ്ങളിവിടെ കൊടുത്തോ? ഇതിൽ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. 3x plus 2y = സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. 3x plus 2y = 480 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ 3x plus 2 × 120 = 480. 3x plus 240 = 480.
3x is equal to 480 minus 240 which is equal to 240, x is equal to 240 by 3, x is equal to 80. യെസ് എക്സ് 80 എന്ന് കിട്ടി, വൈ എത്ര കിട്ടി 120 എന്ന് കിട്ടി. അപ്പോൾ പ്രൈസ് ഓഫ് ഓറഞ്ച് ആയിരുന്നു നമ്മൾ എന്തെടുത്തത് എക്സ് എന്നെടുത്തത്, അത് എത്രയാണെന്ന് കിട്ടി, പ്രൈസ് ഓഫ് ഓറഞ്ച് ഈക്വൽ ടു എക്സ് എത്രയാ 80 റുപ്പീസും, പ്രൈസ് ഓഫ് ആപ്പിൾ 120 റുപ്പീസ് എന്ന് കിട്ടും അല്ലേ, കറക്റ്റ് അല്ലേ? യെസ് 120 റുപ്പീസ് ഒന്നും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡബിൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2നെ നമുക്ക് ഇവിടെ 4x ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ്റെ സെയിം ആക്കി മാറ്റാമായിരുന്നു. 4നെ 4 ആക്കാം, 2xനെ 4 ആക്കി മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ഇക്വേഷനെ ഇവിടെ എക്സിൻ്റെ കൂടെ ആരാണോ ഉള്ളത് 2 ആണുള്ളത്, അത് വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം, ഇവിടെ ആരാണുള്ളത് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ രണ്ട് ഇക്വേഷനും എന്താക്കി മാറ്റാം, ഒന്നെങ്കിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇതേപോലെ സെയിം ആക്കി മാറ്റാം, എക്സിൻ്റെ കൂടെയുള്ള ആളെ ഇതേപോലെ സെയിം ആക്കി മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈനെയും സെയിം ആക്കി മാറ്റിക്കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വൈനെ വേണമെങ്കിലും സെയിം ആക്കി മാറ്റാം ഇതേപോലെ. അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. A 2-digit number is equal to 6 times the sum of its digit. 2-digit number എന്ന് പറയുമ്പോൾ ഒരു 2-digit നമ്പർ എക്സ് വൈ എന്ന് വിചാരിക്കാം. എക്സ് വൈ ആണ് ഒരു 2-digit നമ്പർ, എക്സും വൈയുമാണ് ആ 2-digit നമ്പറിലെ 2 ഡിജിറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, വി നോ 10x പ്ലസ് വൈ ആയിരിക്കും ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times the sum of its digit. 6 times the sum of digits എന്ന് പറയുമ്പോൾ 6 into x plus y-നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, ഇതിൽ നിന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 more than 4 times the sum of the digits. അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതുമ്പോൾ കിട്ടുന്ന സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റുക എന്ന് പറയുമ്പോൾ yx ആയിരിക്കും ആ നമ്പർ അല്ലേ. നമ്മളിപ്പോൾ 10, 24 എന്നൊക്കെ പറയുന്ന പോലെ 2 ഡിജിറ്റ്സ് ആണ്, 2ഉം 4ഉം ആണ് 24 ഡിജിറ്റ്സ് എങ്കിൽ വൈയും എക്സും ആണ് ഇതിലെ ഡിജിറ്റ്സ്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10y പ്ലസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇതിൽ നമ്പേഴ്സ് ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 more than 4 times the sum of digits. ദാറ്റ് മീൻസ് ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, 4 times the sum of digit എന്ന് പറയുമ്പോൾ 4 into x plus y പ്ലസ് ഇതിൻ്റെ കൂടെ സം ഓഫ് ഡിജിറ്റിൻ്റെ കൂടെ 9ഉം കൂടെ കൂട്ടണം, അപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന ഈ 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, ഏതൊക്കെ എക്സും വൈയും കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നമ്പർ ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് XY എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതേപോലെ ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്